ഹായ് ഗൈസ്, അനന്തമാണ്. ഇന്ന് എൻ്റെ മുറപ്പെണ്ണിൻ്റെ കല്യാണം നിശ്ചയമാണ്. മണി 11:30 പക്ഷെ ഞാൻ വന്നപ്പോൾ ഇത്ര ലേറ്റ് ആയിപ്പോയി. 1:30 മണിയായി. ഏകദേശം 2 മണിക്കൂറായി. വേറെ ഒന്നും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. എനിക്ക് ചാർജ് ചോദിച്ചു. അമ്മയൊക്കെ എന്നെ എന്തൊരു വഴക്ക് പറയുള്ളൂ. പോയി ഞാൻ വന്ന് 1:30 മണി എനിക്ക് ഫുഡ് കഴിച്ചിട്ട്. അപ്പം കുടുംബക്കാരെല്ലാം പറയുന്നത് അതാണ് പേടിവാ. ഇതാണ് മണ്ഡപം. ഹായ്, ഇതാണ് പെട്ടി ഡച്ചായി. ഇതാണ് പെട്ടി ഡച്ചായി. നമുക്ക് ചെറിയ വീഡിയോ എടുത്തിരിക്കുന്നത്. വന്ന് ഉറങ്ങിപ്പോയി മാമ. ഞാൻ വരാം. ഓ എല്ലാം എടുക്ക കണ്ടപ്പ ഇതാണ് എൻ്റെ ചേട്ടൻ, എൻ്റെ വല്യമ്മയുടെ മോൻ. ഹായ്, എവിടെ അതിനെ കാണാനില്ലല്ലോ. ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ് ഗൈസ്. വാ, അവളെവിടെ? മാളെവിടെ? ഞാൻ ഉറങ്ങിപ്പോയി പാപ്പ. ഇത് അതപ്പോ എത്ര താമസം ചെറുതോടാ ഗൈസ്. ഇതാണ് എൻ്റെ എതിര് മുറപ്പെണ്ണ്. എൻ്റെ അളിയെവിടെ? അളിയോ? ഓ, ഞാനേ ഒരു ഉറങ്ങിപ്പോയി, അതാ താമസം. ഇതാണ് കേസ്, ഇതാണ് ആളിയ. ചെറിയൊരു വീഡിയോ ആണ്. കൺഗ്രാറ്റ്സ്. പേരെന്തായിരുന്നു? വൈശാഖല്ലേ. ഒരു ഹായ് എടുത്തേക്ക. വേറെ ഒന്നുമില്ല, ചെറിയൊരു വ്ളോഗ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് നോക്കിയാണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്. ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ. പോസ്റ്റർ. ഓക്കെ ഞാൻ പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് പോരാ. മൈൻഡുണ്ട്. ഇത് അമ്മ എവിടെ? ആ, നല്ല കാര്യം. അമ്മ എവിടെ? ഫോൺ പൊട്ടിട്ട് വാങ്ങിക്കാൻ പോയാ? ഇപ്പൊ വരാം. അമ്മേ ഇല്ല, കഴിച്ചില്ല. കഴിക്കാൻ കഴിക്കാൻ പോ. ഞണ്ണീട്ട് വരാം കേസ്. ബാ. ഹലോ ഗൈസ്. ഓ ആ, എല്ലാവരുണ്ടല്ലോ ഗൈസ്. ഇതാണ് എൻ്റെ അമ്മ, എൻ്റെ കുഞ്ഞമ്മ. ഇത് കുഞ്ഞമ്മര മോള്. ഇവൻ്റെ അമ്മയാണ് അതൊക്കെ. ഇതെൻ്റെ ഉണ്ണി, എൻ്റെ മാമൻ്റെ മോൻ. അയ്യോ, എൻ്റെ അപ്പ അതിനെ പറയണ്ടല്ലോ. കിടിലോ കുഞ്ഞമ്മ. നമസ്കാരം. ഞാൻ സംഭവം വീഡിയോ എടുക്കാണ്ട് ഇറങ്ങിയത്. വീഡിയോ എടുത്തിട്ട് വന്നു. എവിടെ ഗേസ്? അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഗേസ്, കഴിച്ചിട്ട് വരാം. ഇതൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തേച്ചിട്ടിരിക്കുക. എന്താണ് പറയാനുള്ളത്? എൻ്റെ പല്ല് വന്നിട്ടോ? ബാക്കിലോട്ടോ? എൻ്റെ പല്ല് എന്തിനാ ഇത്? അയ്യോ, പല്ലില്ല. നിങ്ങൾ ആരെങ്കിലൊക്കെ എടുക്കോ? നടക്കില്ല. ചാച്ചി പറ. കാണാനില്ലല്ലോ. നീ വന്ന് വിളിക്കാത്തല്ലോ. ഒരു ഹായ് വിട്. ഹായ്. പേരെന്തോന്ന്? പേര് പറ. അമ്പാടിയാണ് എൻ്റെ പേര്. എൻ്റെ ചച്ചുര മോനാണ്. ആ, പൂമ്പാറ്റേ. നീഞ്ഞിറങ്ങ്. അഞ്ഞ് പൂമ്പാറ്റവാ. ആ, നിന്റെ ചേട്ടൻ എവിടെ? ചാച്ചൻ വീട്ടിൽ പോയോ? അതെന്ത് ചേട്ടൻ വരാത്ത? ഭയങ്കര ഉറക്കോ? അടി കൊടുക്കാത്തന്നെ. എന്റെ പേരെന്തോന്നു? താറ്റോടെ ഹായ്. ഹായ്. ഒരുമാരോ. ഓ ഓട്.
വീഡിയോ ആണ് നിങ്ങളെ ചുമ്മാ എല്ലാം കൂടി കൊളായി. സൂപ്പർ. എടാ ഇതോടി വേടാ ഇപ്പഴത്തോടാ. എടാ ഫോട്ടോ എടുത്തോടാ. എടാ ഫോട്ടോ എടുത്തോടാ. നടക്കോ ഇന്ന് വല്ലതും എടുത്തില്ലേ? എടാ ഞാൻ എടുക്കണം, എന്നെ എടുത്തത് കാച്ചത് കണ്ണാടി എടുത്ത് മണി 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 മണി. ഉമ്മതാ കൊച്ചിനെ എടുത്തേ, കൊച്ചിനെ വാ വാ. സൂപ്പർടാ സൂപ്പർടാ സൂപ്പർടാ. ഒരു വീഡിയോഗ്രാഫർ ഒരു ഫോട്ടോ എടുക്കാറില്ല എവനൊക്കെ. കട്ടതോടെ കട്ടതോ. മുടിയാണ് മുടിയുള്ളവനാണ് പിടിച്ച് നിക്കണം ഞാൻ. ഇതാരും പറയണ മുടി കെട്ടെ. എടി ഞാൻ എപ്പോഴാണ് ഇതിന്റെ കൊച്ചിനെ സത്യം പറഞ്ഞ ഒരു എന്ന് സമാധാനത്തോടെ കാണണത്. ഇല്ല അങ്ങനെ നമ്മള് ഇവിടെ നൂലെട്ടിനൊന്നും ഞാൻ വന്ന് പെട്ടെന്ന് പോയി, ഉടനെ പോയി. ചുണ്ടേരി ചുണ്ടേരി അവിടെ പേരെന്താ വന്ന് ആരാധ്യ. ഇതാണ് ആരാധ്യ, എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും. പിന്നെ എൻ്റെ ചേട്ടൻ അവിടെ ജോലിക്ക് പോയാ? ചുണ്ടരിയായി ചുണ്ടരിയായി. ഓ പോടാന്ന് എനിക്ക് പോടാന്ന്. ഇത് ഡേ അത് അവളെ ഫോക്കസ് ചെയ്യണം. പണ്ടത്തെ നയൻതാരയാണ്, പണ്ടത്തെ നയൻതാര. ചുണ്ടരി 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 ചുണ്ടരി. കൊള്ളാം കൊള്ളാം. ഈ കടയിൽ അത് ഒറ്റയ്ക്ക് തിന്നാണ് പട്ടി. സുന്ദരി അങ്ങനെ എവിടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല പാട്ടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. 11:30 എൻഗേജ്മെന്റ്. ഞാൻ വന്നപ്പോൾ 1:30 മണിയായി. 2 മണിക്കൂർ താമസമുള്ളൂ, 2 മണിക്കൂറത്തെ താമസമേ ഉള്ളൂ. ഇതാണ് എന്റെ കുഞ്ഞമ്മ, ഇതാണ് എന്റെ കുഞ്ഞമ്മ. ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞമ്മ ബന്ധപ്പെടുക അല്ലേ കുഞ്ഞമ്മ? ഞാൻ വേണമെങ്കിൽ കുഞ്ഞമ്മ നമ്പരൊക്കെ താഴെ കൊടുത്തേക്കാം അല്ലേ? നിങ്ങൾ നല്ല ന്യായമായ വിലക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വീട് പെയിന്റ് അടിക്കണം. പൊട്ടിയിട്ട് എവളെ ഇങ്ങനെയൊന്നും അല്ല, എവളെ അല്ലാതെ കാണണം അല്ലേ? ഒരുങ്ങി അവളെ കോളായി. കുഞ്ഞമ്മ അത് കണ്ടപ്പോ മനസ്സിലായി. കുഞ്ഞമ്മ അല്ലെന്ന് കണ്ടപ്പോ മനസ്സിലായി. കാരണം കുഞ്ഞമ്മയാണെങ്കിൽ ഇതിൽ അടിപൊളിയായിട്ട് ഒരുക്കുമായിരുന്നു, ഇതില് നല്ല അടിപൊളിയായിട്ട് ഒരുക്കുമായിരുന്നു. ആരെടുത്ത് ഒരുക്കി തന്ന് വേറെ. പക്ഷെ എന്താ ഒരുക്കിയ ആള് നമ്മളെ കുറ്റം പറയാൻ പറ്റൂല. കൊള്ളാം നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. നമ്മളെ ഞാൻ ആദ്യമായിട്ടാണ് ചെറിയ വ്ളോഗൊക്കെ ചെയ്യണത്. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, കറക്റ്റ് പറഞ്ഞുതരാന്ന് അറിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസിന് വീഡിയോ എടുക്കാൻ പോകണം. അപ്പൊ നന്ദിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ വ്ളോഗ് എടുക്കേണ്ടതാണ് വന്ന സംഭവം. വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ എന്നിട്ട് പറഞ്ഞ് ഫോട്ടോ എടുക്കുക. എല്ലാത്തിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്ത് ഇല്ലേ? ഫോട്ടോസ് ഇഷ്ടപ്പെട്ടാണ് എടുത്ത്. എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നേരത്തെ കഴിക്കുന്ന ടൈം വന്നത് അതുകൊണ്ടാണ്. അല്ല എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ മൈക്കുണ്ട്. എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എവിടെ പോയാലും, മരണ വീട്ടിൽ പോയാലും ഞാൻ ഫോട്ടോ എടുക്കണം, കല്യാണ വീട്ടിൽ പോയാലും ഫോട്ടോ എടുക്കണം, പാലൊഴിച്ച് വീട്ടിൽ പോയാലും ഫോട്ടോ എടുക്കണം. ഇതാണ് എന്നാലും നമുക്കൊരു പ്രേസി ഉണ്ടല്ലേ, നമ്മളൊന്ന് എല്ലാവരുമായിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ. നിന്റെ അടുത്ത് അതല്ലേ പറയണത്, എൻ്റെ അടുത്ത് പറയണത് ഇവിടെ കളിക്കാനാണ് പറഞ്ഞത്, ഡാൻസ് കളിക്കാനാണ് പറയണത്.
എനിക്ക് ഫോട്ടോ എടുത്താൽ മതി, എനിക്ക് അതല്ല, എനിക്ക് ഇവിടെ ഡാൻസ് കളിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ആണ്, വേറെ ഒന്നുമില്ല. അവളെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ നമ്മളെ കുറച്ച് കുടുംബക്കാരെ കാണിച്ചെന്ന്, എല്ലാം കച്ചറ ഫാമിലിയാണ്, എല്ലാം ഭയങ്കര അലപ്പ് ചന്ത, അങ്ങനെ ചന്തന്നല്ല അങ്ങനെ. സ്വന്തം ആൾക്കാരെ കുറ്റം പറയരുത്. അതായത് മലയാളത്തിൽ കച്ചറയും ഇംഗ്ലീഷിൽ പറഞ്ഞ വൈബും അല്ലേ? ഗൈസ് എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? സൂപ്പർ, സാരി ഇഷ്ടപ്പെട്ട കൊള്ളാം. 55 വയസ്സുണ്ട്, കിളവി എടുപ്പാട്. അപ്പൊ ഗൈസ് എല്ലാവരും ബൈ എടുക്കൂ, തട്ട് എടുക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മാത്രം. ടാറ്റാ.